നമ്മളെല്ലാവരും മരണവീടുകളിൽ കേൾക്കുന്ന ഒരു പാട്ട്, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. വി നാഗൽ എന്ന് പറഞ്ഞ ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു സായിപ്പ് നമ്മുടെ മലയാളക്കരയിൽ വന്ന് സുവിശേഷ പ്രവർത്തനം ചെയ്ത് മലയാള ഭാഷ പഠിച്ച് മലയാളത്തിൽ പാട്ടെഴുതുക എന്ന് പറഞ്ഞ ചിലർ കാര്യമല്ല. അനേക പാട്ടുകൾ താൻ എഴുതി. അതിലൊരു പാട്ടാണ് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. പക്ഷേ ആ പാട്ടിനെ ഒരു സിനിമയിൽ കൊണ്ടുവന്ന് വികലമാക്കി കളഞ്ഞു. അത്ര ദുഃഖത്തോടെയാണ് ഇന്ന് മിക്കവാറും ആംബുലൻസുകളിൽ വയ്ക്കുന്നത് ആ സിനിമ പാട്ടാണ്. ആ പാട്ട് എങ്ങനെയാ വികലമാക്കിയെന്ന് ഞാൻ പറയട്ടെ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. മരിച്ച ആളല്ല അത് പാടുന്നത്, ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരുമാണ്. എന്നിട്ട് എൻ സ്വദേശം, ഏത് മരിച്ച ആൾ പോയി കേട്ടോ, ഇനി ആ ആള് പാടുന്നില്ല. എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടിയിടുന്നു എന്നാണ് സായിപ്പ് എഴുതിയത്. ഏത് പാട്ടുകാരൻ എഴുതിയത്? സിനിമക്കാരെന്താ എഴുതി? ഞാൻ തനിയെ. എന്തൊരു ദുഃഖകരമാണ്. ആ പാട്ട് ആകെ വികലമാക്കി. സമയമാം രഥത്തിൽ ഞാൻ, നമ്മൾ ഓരോരുത്തരും പാടുകയാ, ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. അല്ലേ? ആണോ? സ്വർഗയാത്ര ചെയ്യുന്നെങ്കിലേ പാടാൻ പാടുള്ളൂ. കൂട്ടത്തിൽ പാട്ട് പാടാൻ വലിയ എളുപ്പമാണ് അല്ലേ? പക്ഷെ ഒന്നും ഈ പാട്ട് പാടാൻ നല്ല എളുപ്പമാണ്, പറയാൻ ധൈര്യമുണ്ടോ? ഈ സമയമാകുന്ന രഥം സ്റ്റാർട്ട് ചെയ്തപ്പോഴാ ജനിച്ച നിമിഷത്തിൽ ആ ക്ലോക്ക് കറങ്ങി തുടങ്ങി അല്ലേ? സമയമാകുന്ന രഥത്തിന്റെ ചക്രം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുക. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. പാട്ടുകാരനെ പാടുന്നവനാ പറയുന്നത്. എൻ സ്വദേശം, സ്വർഗീയ നാടിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് സന്തോഷത്തോടുകൂടി അത് എൻ്റെ സ്വദേശമാണെന്ന് പറയുവാൻ കഴിയുമോ? എത്ര പേർക്ക് കഴിയും? എന്നിട്ട് പാട്ടുകാരൻ എൻ്റെ കോറസ് ചേരുക, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ഏത്? ജീവിച്ചിരിക്കുന്ന ഞാനേ. ഈ പാട്ടിൻ്റെ പശ്ചാത്തലം എത്ര പേർക്കറിയാം? പറവൂർ സെൻട്രൽ ജയിലിൽ കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് ഡേറ്റ് കാത്തു കിടക്കുന്ന ഒരാളോട് അക്കാലത്ത് നാഗൽ സായിപ്പ്, ഈ ജർമ്മൻ സായിപ്പ് ചെന്ന് ജയിൽ സുവിശേഷ വേലയിൽ താൻ ജയിലിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, വധശിക്ഷയ്ക്ക് വിധി കാത്തു കിടക്കുന്ന വിധി കേട്ട് കിടക്കുന്ന ഒരു പ്രതിയോട്, ഒരു കൊലപാതക ശിക്ഷയിൽ കൊലപാതകത്തിന്റെ പ്രതിയായി കിടക്കുന്ന, കൊലപാതക കുറ്റത്തിൽ പ്രതിയായി കിടക്കുന്ന ആ വ്യക്തിയോട് നാഗൽ സാഹിബ് ഈ സുവിശേഷം പറഞ്ഞു. താൻ ആ നിമിഷം സന്തോഷത്തോടുകൂടി അതിൽ വിശ്വസിച്ചു, ക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്നിട്ട് താൻ അന്നേരം പറഞ്ഞറിയോ, ഇത്രയും നാളും എൻ്റെ മരണദിവസം ഇന്ന ഡേറ്റ് ആണ് കേട്ടോ, ഞാൻ വളരെ ഭയത്തോടു കൂടിയായിരുന്നു മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് മുതൽ സന്തോഷത്തോടു കൂടി ഞാൻ നീങ്ങുകയാണ്. ഓ, ഇന്ന ദിവസം ഞാൻ കണ്ണടയ്ക്കും, എൻ്റെ കർത്താവിനെ ഞാൻ നേരിൽ കാണും. എന്തൊരു ധൈര്യമല്ലേ! ആ സുവിശേഷത്തിൽ താൻ വിശ്വസിച്ചു. സാഹിബിനെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അന്ന് വിധി വായിച്ചു കേട്ട് നിൽക്കുന്ന ഈ മനുഷ്യനോട് ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് അവസാനത്തെ ആഗ്രഹം എന്നോട് സുവിശേഷം പറഞ്ഞ വി നാഗൽ എന്ന ആ ജർമ്മൻ സായിപ്പിനെ എനിക്ക് കാണണം. പോലീസ് അപ്പോഴേ വണ്ടി വിട്ട് പോലീസ് വണ്ടിയിൽ തന്നെ ജയിലിനകത്തോട്ട് വിളിച്ചു കയറ്റിക്കൊണ്ട് വന്നു. ആ ദൈവദാസനകത്തോട്ട് കയറി വരുമ്പോൾ ഈ മനുഷ്യൻ, ഏത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അന്ന് വിധി നടപ്പാക്കുവാൻ പോകുന്ന ആ മനുഷ്യൻ നാഗൽ സാഹിബിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ദൈവത്തിന് സ്തോത്രം, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. എന്നിട്ട് താൻ കൈപൊക്കി ഉയർത്തി പറഞ്ഞു, എന്താണെന്നറിയോ, ഇന്നും ലോകം മുഴുവനും, അല്ല ലോകത്തിൻ്റെ കോടതി എന്നെ കൊലപാതകി എന്ന് വിളിക്കുന്നു. എനിക്കതിൽ പരിഭവമില്ല, ഞാനൊരു കൊലപാതകം ചെയ്തവനാണ്. എന്നാൽ അതിൻ്റെ മേളൊരു കോടതിയുണ്ട്. ഏത്? സ്വർഗീയ നീതിപീഠം എന്നെ നീതീകരിച്ചിരിക്കുന്നു തൻ്റെ പുത്രന്റെ രക്തത്താൽ. എൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കയാൽ ഞാൻ സ്വർഗീയ കോടതിയുടെ മുമ്പിൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി ഈ കൊലക്കയറിലേക്ക് നീങ്ങാൻ പോവുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞെന്നറിയാം, ബ്രദറെ, കൈ കൊടുത്തു, കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, നമുക്ക് അവിടെ കാണാം, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. എന്നിട്ട് താൻ കൈ ഉയർത്തി, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇത് പറയാൻ ധൈര്യമുണ്ട്? സായിപ്പ് വീട്ടിൽ ചെന്നിട്ട് താൻ പറഞ്ഞത് എന്ത് ചെയ്തു? കോറസാക്കി അല്ലേ? കോറസാക്കി.
എന്നിട്ട് താൻ പിന്നെ കൂട്ടിച്ചേർത്തു, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും സമയമാകുന്ന എൻ്റെ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളവർ നിശ്ചയം. ഓ, എന്തോ ഒരു ധന്യമാണ്. എന്നിട്ട് ആ ദൈവദാസൻ അവസാനം ചേർത്താടി, ശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിന് സ്തോത്രം സ്തോത്രം പാടും ഞാൻ.